പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുത് എന്ന ഉപാധിയോടെയാണ് 2022 കോടതി ചെന്താമരയ്ക്ക് ജാമ്യം കൊടുത്തത്. 2023 നെന്മാറ പഞ്ചായത്ത് പരിധി മാത്രമാക്കിയ ജാമ്യ ഇളവ് ചുരുക്കി. പ്രതി ഉപാധി ലംഘിച്ചെന്ന് കണ്ടെത്തിയിട്ടും ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചില്ല. അത് മറ്റൊരു അപരാധത്തിന്റെ തുടർക്കഥയാണ് നിർമ്മാല പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് പ്രൈം ടൈമിൽ ചേരുന്നു. നിഖിൽ, ഒരുപക്ഷെ നമ്മുടെ പോലീസ് സംവിധാനം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം, ഒരാൾ കൊല ചെയ്യപ്പെട്ടു, പ്രതി നടന്ന് പിന്നെയും കൊലപാതകങ്ങൾ നടത്തുമെന്ന് വീമ്പിളക്കുമ്പോഴും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. പറയൂ. തീർച്ചയായിട്ടും ഗുഡ് ഈവനിങ്. ഇതാണ് മരിച്ച സുധാകരൻ്റെ വീട്, സുധാകരൻ്റെ അമ്മയുടെയും വീട്. തൊട്ടിപ്പുറത്ത് ഒരു മതിലിനിപ്പുറം ഈ പ്രതിയുടെ ചെന്താമരയുടെ വീട്. സത്യത്തിൽ അങ്ങേയറ്റം സ്നേഹത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ നൽകിയും ഒക്കെ കഴിയേണ്ട രണ്ട് വീട്ടുകാർ തമ്മിൽ ഇത്രയധികം വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നു. വർഷങ്ങൾ നീണ്ട ആസൂത്രണം, അതിനുശേഷം ഒരു കൊലപാതകം, അതിനുശേഷം രണ്ട് തുടർച്ചയായ കൊലപാതകങ്ങൾ. ഇത്രത്തോളം ക്രൂരരാകാൻ മനുഷ്യർക്ക് സാധിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളിലൂടെയാണ് SKN കടന്നു പോകുന്നത്. എന്തായാലും ആ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ ജാമ്യ ഉപാധികൾ ഈ പ്രതി ലംഘിച്ചു എന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടും അത് ഗൗനിക്കാതിരുന്ന നാട്ടുകാർ നിരന്തര പരാതി നൽകിയിട്ടും അത് ഗൗനിക്കാതിരുന്ന പോലീസ് നടപടി നമ്മൾ തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. 2022 ആദ്യം അദ്ദേഹത്തിന് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് ജാമ്യം നൽകുന്നു. 2023 അതിലൊരു ഉപാധി കൂടി വെച്ചുകൊണ്ട്, അതായത് പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്നുള്ള ഇതാക്കി ഇളവ് നൽകുന്നു. അതിനുശേഷവും ഈ പ്രതി തൊട്ടടുത്ത വീടുകളിൽ, അതായത് അധികം ദൂരെയല്ല, തൊട്ടടുത്ത വീടുകളിൽ എത്തി എന്ന് അടുത്ത ആളുകൾ പരാതി നൽകിയിട്ട് പോലും അത് ഗൗനിക്കാതിരുന്നതിൻ്റെ പ്രതിഫലനമാണ്. ആ സത്യത്തിൽ ഇത് ഈ കൊലപാതകത്തിന് ഉത്തരവാദികൾ പോലീസുകാർ കൂടിയാണ്, നെന്മാറ പോലീസ് കൂടിയാണ് നമുക്ക് പറയേണ്ടി വരും. സൂരജ് സജി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, ഒരു നാട് ഇപ്പോൾ SK നമുക്ക് കാണാൻ പറ്റും, ഈ നാട് ഒന്നടങ്കം ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ആ പ്രതിയെ പിടികൂടാൻ വേണ്ടി. കാരണം അവർക്ക് ആശങ്കയുണ്ട്, 3 പേരെ കൊന്ന പ്രതി 2 പേരെ കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുന്ന പ്രതി. അതുകൊണ്ട് ഈ നാട് ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് സൂരജ് മുന്നോട്ട് പോകുന്നത്? നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യം. നമ്മൾ ഈ പരിസരമാകെ നടന്ന് ഇവിടെയുള്ള നാട്ടുകാരുമായെല്ലാം സംസാരിച്ചു SKN. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ രാത്രി എങ്ങനെ തള്ളി നീക്കണമെന്ന് അറിയാത്ത ഒരു ജനതയാണ് ഇവിടെ ആകെ ഉള്ളത്. എന്തും സംഭവിക്കാം, ഏത് നിമിഷം എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ കൊച്ചു കുട്ടികളടക്കം വീട്ടിലേക്ക് കയറ്റി കുട്ടികളോട് പുറത്തിറങ്ങി നടക്കരുതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരോട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സുധാകരന്റെ വീട്ടിലായാലും അല്ലെങ്കിൽ പ്രതിയുടെ വീട്ടിലാണെങ്കിലും ഒക്കെ പോലീസിന്റെ വിന്യാസമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ പ്രതി മുങ്ങിയതിനു ശേഷം 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിയുന്നത്. അതായത് പകൽ സമയങ്ങളിൽ മലയിൽ ഒളിച്ചിരിക്കും, അതിനുശേഷം ഈ തറവാട്ട് വീട്ടിലെത്തി രാത്രിയോടുകൂടി ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതായിരുന്നു പ്രതിയുടെ ഒരു രീതി. ഇത് പിന്നീട് പോലീസ് മനസ്സിലാക്കുന്നു. അങ്ങനെ കൃത്യമായി ഈ വീടിന് സമീപത്ത് പോലീസ് കാത്തു നിന്നാണ് അന്ന് പ്രതിയെ പിടിച്ചത്. ആ പിടികൂടിയ സംഘത്തിലെ 2 പോലീസുകാരെ അടക്കം ഇപ്പോൾ ഈ തറവാട്ട് വീട്ടിൽ വിന്യസിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ രാത്രി പോലീസ് ഈ പ്രതിക്കായി പലയിടങ്ങളിൽ വലവിരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിന് പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മറുതലക്കിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും ഈ പ്രതിയെ സംബന്ധിച്ച് പ്രതിയുടെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറയുന്ന ഭക്ഷണമാണ്. ഭക്ഷണം കഴിക്കാതെ പ്രതിക്ക് തള്ളി നീക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ പ്രതി ഈ ബന്ധുവീടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് പോലീസിന്റെ. പോലീസ് ഉറപ്പിച്ചു പറയുന്ന, ആലത്തൂർ DSP ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇയാൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇയാൾ സഹോദരന്റെ വീട്ടിലേക്ക്, ഇവിടെ ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം, അതിനുള്ളിൽ മാത്രം ദൂരമുള്ള സഹോദരന്റെ വീട്ടിലേക്ക് എത്തും. അവിടെ 7 പേരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യം 2 പേര്, അതായത് ഇയാളുടെ ചെന്താമരന്റെ ലിസ്റ്റിലുണ്ടായിരുന്ന 2 പേർ കൂടി ഇനിയുണ്ട്, ബിന്ദു അതോടൊപ്പം തന്നെ പുഷ്പ. ഈ 2 പേരോടുള്ള വൈരാഗ്യം എന്ത് എന്ന് നമ്മൾ ഓർക്കണം SKN. കാരണം ഇയാളുടെ ഭാര്യ പിണങ്ങിപ്പോയിട്ട് വർഷങ്ങളായി. അതിന് കാരണക്കാരായത് അയൽവാസികളായ ഇവർ 2 പേരാണ് എന്നാണ് ഈ പ്രതി കരുതിയിരിക്കുന്നത്. ഈ പ്രതിയുടെ ഒരു ചിന്തയാണത്. അതിൻ്റെ പേരിൽ ആ 2 പേരെ കൂടി കൊലപ്പെടുത്തുമെന്ന് പലതവണ പറയുകയും അവരെ ആയുധങ്ങളൊക്കെ എടുത്ത് കാണിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനത്തെ ഒരു പ്രതി, ഇത്രയും കുറ്റകൃത്യ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യ വാസനയുള്ള ഒരു പ്രതി നാട്ടിൽ ഇങ്ങനെ വിരാജിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ എന്താണ് സൂര്യ നമ്മുടെ പോലീസ് സംവിധാനത്തെ കുറിച്ച്? അത് തന്നെയാണ്. അതായത് നിഖിൽ, ഈ സുധാകരന്റെ ഭാര്യയെ ആദ്യം കൊലപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. ഈ പ്രതിയുടെ ഭാര്യ പിണങ്ങിപ്പോവാനുള്ള കാരണം ഈ സുധാകരന്റെ ഭാര്യയാണ് എന്ന സംശയത്തിൽ നിന്നാണ് സുധാകരന്റെ ഭാര്യയെ കൊല്ലുന്നത്. പിന്നീട് അവിടെ നിന്ന് ഈ സുധാകരൻ ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും ഈ പ്രതിയുടെ ഭാര്യയുമായാണ് സംസാരിക്കുന്നതെന്നൊക്കെ സംശയമാണ്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ നിന്ന് താഴത്തെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ട്, ഈ ചുറ്റും പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പ്രതിക്ക് നിരീക്ഷിക്കാൻ കഴിയും. അങ്ങനെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ്. അതിന് ഈ സംശയരോഗം, പ്രതിക്കുണ്ടായിരുന്ന സംശയരോഗം തന്നെയാണ് ഈ കൊലപാതകങ്ങളിലേക്കെല്ലാം നയിച്ച സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും SKN ഈ നാട്ടുകാർക്ക്, ഈ പ്രദേശത്തുകാർക്ക് ഉറങ്ങാൻ കഴിയാത്ത രാത്രിയാണെന്ന്, എത്രയും വേഗം ആ പ്രതി പിടിയിലാകട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഈ നാടൊന്നടങ്കം. SKN.
ഓക്കെ, താങ്ക് യു നിഖിൽ പെർമിഷൻ. സൂരജ് സജി, മധു പറയുന്നു താങ്കളെ ഞാൻ ഇത്ര വികാരാധീനായി കണ്ടിട്ടില്ല. എനിക്ക് മാത്രമല്ല, കേരളത്തിൽ ഈ സംഭവം അറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും വികാര വിക്ഷോഭമാണ്. നമുക്ക് ചോര തിളയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒറ്റപ്പെട്ട സംഭവം ഒന്ന് എഴുതി കഴിയുമ്പോൾ ആ കുട്ടിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിലാണ് സംഭവിച്ചെങ്കിൽ ഒരു അറിയപ്പെട്ട കുറ്റവാളി, ഒരു കൊലപാതകം നടത്തിയ ആൾ പിന്നീട് അതേ സ്റ്റേഷൻ അതിർത്തിയിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പോലീസ് നോക്കുകൂത്തിയാകുമ്പോൾ പവിത്രൻ ബാധിരപ്പറ്റ ചോദിക്കുന്ന പോലെ എന്തിനാണ് പോലീസ് എന്ന് ചോദിക്കും. ഇയാളാണ് പ്രതി, ഈ സ്ക്രീനിൽ കാണുന്ന ഇയാളാണ് ഈ നരാധമൻ, ഇയാളാണ് ഒളിവിൽ പോയിരിക്കുന്നത്. ഇനിയും അയാളുടെ ലിസ്റ്റിൽ മറ്റുള്ള ആളുകളുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇയാളെ ആർക്കെങ്കിലും കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ, ഭക്ഷണപ്രിയനായ ആമാശയം നിറയ്ക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഈ കക്ഷിയെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഉടൻ വിവരം അറിയിക്കുക. കണ്ടാൽ ഒരു പാവത്താൻ്റെ കൂട്ട് തോന്നും, പക്ഷേ ഇയാൾക്ക് കൊന്ന് അറപ്പ് തീർന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചെന്താമര എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നല്ല ഐശ്വര്യമുള്ള പേര്, കയ്യിലിരിക്കുന്നത് വൃത്തികെട്ട പരിപാടി എന്ന് മാത്രം.